പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ സിനിമാക്കാരും പാപ്പൻ എന്നാണ് വിളിക്കുന്നത്. പാപ്പന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും, കെന്നയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും. എന്നാൽ പാപ്പ എന്ന കോറസിൽ വിളിക്കുന്ന ഒരു പുതിയ തലമുറയെ ഒട്ടും വൈകാതെ ഈ ഭൂമിക്ക് സമ്മാനിക്കാൻ രണ്ടുപേർക്കും സാധിക്കണേ. Let them be blessed with wonderful children. ഷാജി പാപ്പന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം? കല്യാണം കഴിച്ച ഒരു വർഷം കഴിയുമ്പോ ആ ആൻസർ കെന്ന. ഒരു മോളുണ്ട് ചെറുത്, ഇപ്പൊ ഒരു മുഴുത്തൊരു മോളെയും കൂടെ എനിക്ക് തന്നു. ശരിക്കും ഒരു കുടുംബം സ്വന്തം മോളെ പോലെ എടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ചിപ്പി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? കൂടെ കളിക്കാൻ പറ്റുന്ന പ്രായമുള്ളൂ എന്റെ കെനക്ക് കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറി. അല്ല, പാപ്പൻ എന്റെ ആന്ന് തെറ്റിദ്ധരിച്ചോ? ഇല്ല, പാപ്പന്റെ അല്ല അല്ല. ഓ, എന്തോ ഒരു പൊരുത്തം. 2024 മെയ് 4 കല്യാണം കഴിച്ച ആൾക്കാരുടെ പൊരുത്തം കണ്ടു. ഇവളുടെ ടാലന്റും ഇവളുടെ ഉത്സാഹമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവളെ മേയിക്കാൻ ഒരു പാപ്പാൻ തന്നെ വേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ അവളൊരു പാപ്പാനെ കണ്ടെത്തി. നീ നന്നായി മേയ്ക്കുക, ഇടയാതെ നോക്കുക. There we go, ladies and gentlemen. Mr. and Mrs. ഷാജി പാപ്പൻ in the house. നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണം. കെന്നന്റെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? അല്ല, ഇതൊക്കെയല്ലേ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊക്കെയാണോ ക്രൈറ്റീരിയ കല്യാണം കഴിക്കാൻ? എന്താ എത്ര കെട്ടിയാനാ ഞാൻ? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. തുടക്കം എന്ന് പറയുന്നത് അതൊരു ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും, കുടുംബത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും, കൂട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മളെല്ലാം ജീവിതത്തിൽ ഒറ്റ നോക്കുന്ന കുറച്ച് പേരുണ്ടാവും അല്ലേ? പീപ്പിൾ വി ഐഡലൈസ്, പീപ്പിൾ വി ഐക്കണൈസ്. നമ്മൾക്ക് സൂപ്പർ സ്റ്റാർസ്, അവരുടെ ജീവിതം കാണുമ്പോൾ വി ഗെറ്റ് ഇൻസ്പയർഡ് അല്ലേ? ഇപ്പോൾ ഷാൽബൻ നമ്മളെ യുവാക്കളെ ഇൻസ്പയർ ചെയ്യുന്ന പോലെ നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്ത കുറച്ച് പേരുണ്ട്. അങ്ങനെ കേരളക്കരയെ മാത്രമല്ല ഇന്ത്യയെ തന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വണ്ടർഫുൾ പേഴ്സൺ. ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി മാരിഡ് ലൈഫ് വിഷ് തരാൻ ഞാൻ വേദിയിലേക്ക് വിളിച്ചാൽ ഇസ് ദാറ്റ് ഓക്കെ? യാ, വെൽ, ഇദ്ദേഹത്തെ കുറിച്ച് സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു വിഷ് നൽകാൻ വേണ്ടി വി ഹാവ് someone super സ്പെഷ്യൽ. ബട്ട് സൂപ്പർ സ്പെഷ്യലായ ആ വ്യക്തിയെ വേദിയിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ എത്താൻ അതിനെക്കാട്ടും സ്പെഷ്യലായ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവിടെ എത്തത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ, ആൻഡ് വിത്തൗട്ട് ദം ദിസ് യൂണിയൻ വുഡ് നോട്ട് ബി പോസിബിൾ. സോ കുഡ് ഐ പ്ലീസ് റിക്വസ്റ്റ് ദ പ്രസൻസ് ഓഫ് ഷാൽബിൻ വിനയൻസ് ഫാമിലി ആസ് വെൽ ആസ് കെന സണീസ് ഫാമിലി. ഇവർ രണ്ടുപേരുടെയും ഫാമിലീസിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കെൻ ഐ പ്ലീസ് വെൽക്കം മിസ്റ്റർ വിനയ പ്രകാശ് ആൻഡ് ഫാമിലി and Mr. Sunny PJ and family. നല്ലൊരു കൈ അടിക്കുന്നേ. നിങ്ങൾ എന്താ ഇങ്ങനെ കൈയൊന്നും അടിക്കാതെ ബോറായിട്ടിരിക്കുന്നേ? Sunny Chetan is here, Kena's dad and brother, and we have Mr. Vinay Prakash, Papan's mummy and Papan's കൊച്ചു സിസ്റ്റർ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുമ്പ് ഫാമിലി മെമ്പേഴ്സിനും ഒരു വളരെ സന്തോഷമായ മുഹൂർത്തം തന്നെയായിരിക്കും ഇത്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ അയ്യോ, ഐ എം ഗോയിങ് ടു ലീവ് ഇറ്റ് ടു ഐ സ്റ്റാർട്ട് വിത്ത് ദ ബ്രൈഡ്സ് ഫാദർ. സനി ചേട്ടാ, വിവാഹം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും ഭയങ്കര സ്പെഷ്യലായ മൊമെന്റ് ആണ്. എസ്പെഷ്യലി ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ഈവൻ കെന ഇസ് വെരി സക്സസ്ഫുൾ, വളരെ സക്സസ്ഫുൾ ആയ ഒരു ഹോസ്റ്റാണ്, സോഷ്യൽ മീഡിയ ഹോസ്റ്റാണ്, ഇവന്റ് MC ആണ്. സ്വന്തം കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ കെന എൻ്റെ ജോലി ചെയ്യേണ്ടതാണ്. സോ ഷീ ഈസ് വെരി സക്സസ്ഫുൾ ഹെർസെൽഫ്. സോ രണ്ട് സക്സസ്ഫുൾ ആൾക്കാരുടെ വിവാഹം തീർച്ചയായിട്ടും അച്ഛൻ എന്ന നിലയ്ക്ക് കുറേ
ഡ്രീംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്താണ് സനിച്ചേട്ടന് ഫീൽ ചെയ്യുന്നത്? ഇല്ലേ, എൻ്റെ ലൈഫിൽ ഞാൻ പ്രത്യേകിച്ച് ഡ്രീംസ് ഒന്നും ഇല്ല. പക്ഷേ ദൈവമായിട്ട് എനിക്കെല്ലാം എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് തരാറേ ഉള്ളൂ. കാര്യം ഞാൻ മോളെ വളർത്തുമ്പോഴും മോനെ വളർത്തുമ്പോഴും എപ്പോഴും അവരെ ഗോൾ എന്താണെന്നുള്ളത് അവിടെ എത്തിച്ചേരുക. നെക്സ്റ്റ് അവർ കണ്ടെത്തുന്ന ജീവിത പങ്കാളി ആരായിക്കോട്ടെ അവരുമായിട്ട് സക്സസ് ആയിട്ട് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്യാറില്ല. പക്ഷേ എല്ലാം ദൈവമായിട്ട് കൊണ്ട് തരാറേ ഉള്ളൂ. ഞാൻ ഒന്നിനെ പറ്റി ചിന്തിക്കാറില്ല, കഴിഞ്ഞതിനെ പറ്റിയോ മുന്നോട്ടിനെ പറ്റിയോ ചിന്തിക്കാറില്ല. ദാറ്റ്സ് എ ഹാപ്പിയാണ്. ഈ സമയത്ത് എനിക്ക് തന്ന ഈ മൊമെൻറ്റ്സിന് ഒരുപാട് നന്ദിയുണ്ട്, പ്രത്യേകിച്ച് ദൈവത്തോട്. താങ്ക് യു. എന്നെ സംസാരിക്കണോ? വേണ്ട. വിനയ് പ്രകാശ് സർ, ഷാൽബിൻ, അതുപോലെ തന്നെ ഷാൽബിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഈ സോഷ്യൽ മീഡിയ സാമ്രാജ്യം അല്ലേ ചേച്ചി? ഇത് 2 വർഷത്തിൽ ഇത്രയും അധികം മോൻ നടത്തിയെടുത്തു. വലിയ സംഭവം തന്നെയാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്കും. അതുപോലെ തന്നെ സക്സസ്ഫുള്ളി ഇപ്പോൾ സന്തോഷമായി വിവാഹ ജീവിതത്തിലേക്കും കടന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താണ് മനസ്സിൽ തോന്നുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾക്കൊരാഗ്രഹം. അതിർത്തിയിൽ നിന്നൊരു ഒളിച്ചോട്ടമായിരുന്നു ഇവിടെ വരെയുള്ള ഒരു താരത്തിളക്കം. ദൈവത്തിന് നന്ദി. ഒത്തിരി സന്തോഷം. ഒരു മോളുണ്ട് ചെറുത്, ഇപ്പൊ ഒരു മുഴുത്തൊരു മോളെയും കൂടി എനിക്ക് തന്നു. ശരിക്കും ഒരു കുടുംബം സ്വന്തം മോളെ പോലെ എടുക്കുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. മോൾക്ക് ചേട്ടന്റെ കല്യാണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയണോ? അതോ കെന ചേച്ചീനെ കുറിച്ച് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ? കെന ചേച്ചീനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്താ ഏറ്റവും ഇഷ്ടം കെന ചേച്ചീനെ കുറിച്ച്? എന്താ വിളിക്കുന്നത്? കെന ചേച്ചി എന്നാണോ എന്താ വിളിക്കുന്നത്? ചിപ്പി ചേച്ചി. എന്താ മോൾ ചിപ്പി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? എന്താ? കൂടെ കളിക്കാൻ പറ്റും. കളിക്കാൻ പറ്റുന്ന പ്രായമുള്ളൂ എന്റെ കെനക്ക്, കേട്ടോ? കുഴപ്പമില്ല, മോള് കളിച്ചോ മോളെ. ഈ പ്രായത്തിൽ മാത്രമല്ല, ചേച്ചിയുടെ പ്രായം ആവുമ്പോഴും കളിക്കണം, കേട്ടോ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര സ്റ്റക്കായി പോവും. എല്ലാവരും എവറിബഡി ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് പ്ലേ ഹാർഡ്. ഓക്കെ, എൻജോയ് ചെയ്യണം, ജോലി ചെയ്യണം, ബട്ട് മേക്ക് ഷുവർ യു ഹാവ് ഫൺ ഓൾസോ. അപ്പോൾ 2 കുടുംബാംഗങ്ങളും ഇവിടെ എത്തി. ഇനി ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ തുടക്കമായാലോ നമ്മളുടെ ഈ ഫംഗ്ഷനിലേക്ക്? ആ സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ്, ഒരു വിഷ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നടത്തുന്ന ഷാജി പാപ്പൻ്റെ കല്യാണത്തിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ വൺ ഓഫ് ദി സൂപ്പർ സ്റ്റാർസ്. ഹി ഹാസ് ബിൻ സോ ഫാൻറ്റാസ്റ്റിക്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എത്രയോ ഡെക്കേഡ്സ് ആയിട്ട് നമ്മൾ കാണുന്നു. സ്ക്രീനിൽ വരുമ്പോൾ ഒരു പവറാണ്, ഒരു എനർജിയാണ്, ആൻഡ് ഹീ ഈസ് ഇർറിപ്ലേസബിൾ. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും, ചൂസ് ചെയ്യുന്ന റോൾസ് ആയാലും, സിനിമയിലായാലും ജീവിതത്തിലായാലും, ദ മാൻ ഈസ് ഫുൾ ഓൺ. സോ ഷാജി പാപ്പൻ്റെ കല്യാണം അങ്ങ് എടുക്കാൻ I would like to welcome none other than the Malayalam cinema superstar. Let's give it up for Suresh Gopi. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഷാജി പാപ്പന്റെ കല്യാണത്തിൽ ഷാൽബിനും കെനയ്ക്കും ആശംസകൾ അർപ്പിക്കാൻ വി ഹാവ് നമ്മളുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബാംഗമാണ്. വി ലവ് ഹിം ബിയോണ്ട് വേർഡ്സ്, no matter what he does. Thank you so much, Suresh Etta, for joining us. ഇനി സുരേഷ് ഏട്ടൻ ഇവിടെ ഉള്ളപ്പം ഐ ഫീൽ ദാറ്റ് എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ അല്ലേ? ഷാൽബിൻ, ലൈക്ക് ഐ സെഡ്, യു ആർ ഓൾസോ ഇൻസ്പയറിംഗ് സോ മെനി പീപ്പിൾ. സുരേഷ് ഏട്ടൻ അത് കാലാകാലങ്ങളായി ചെയ്തു വരുന്നു. കേരളത്തിൽ തുടങ്ങി, യു ബിൻ ഡൂയിങ് ദിസ് അക്രോസ് ഇന്ത്യ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം.
ഷാൽബിനും കെനയ്ക്കും ഭാവി ജീവിതം എന്ന് പറയുന്നത് രണ്ട് തിളക്കങ്ങളാണ് ഒരു വെട്ടിത്തിളക്കമായിട്ട് ചേർന്നിരിക്കുന്നത്. ആ വെട്ടിത്തിളക്കം ഷാജി പാപ്പൻ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് തന്നെ ഞാൻ വിളിച്ചോട്ടെ, അതിൻ്റെ ഒരു ഗുണഭോക്താവ് കൂടിയാണ് ഞാൻ. ഗരുഡൻ എന്ന സിനിമയ്ക്കാണ് ഷാജി പാപ്പനുമായിട്ട് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ നടത്തിയ പ്രൊമോഷൻസിൻ്റെ ഒരു രീതി വളരെ നൂതനമായ ഒരു രീതിയായിരുന്നു. ആ ഒരു ത്രോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ആ സിനിമയെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ സിനിമയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹത്തിന് ഒരു മുൻപരിചയം അത് മാത്രമായിരുന്നു. എങ്കിലും ക്ഷണിച്ചപ്പോൾ ഇവിടെ എത്തി. ഈ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് വർത്തമാനം വളരെ സൂക്ഷിക്കണം. കാരണം തീരുമാനം പെട്ടിയിലിരിപ്പുണ്ട്. ആ തീരുമാനത്തിനെതിരെ ചിലപ്പോൾ കേസ് കൊടുക്കാനുള്ള അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യമോ ഉള്ള ഒരു സംസ്ഥാനമാണിത്. അതുകൊണ്ട് സംസാരിക്കുന്നതിൽ ഏതാണ് അപകടം എന്ന് എനിക്ക് തന്നെ നല്ല നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. മനസ്സുകൾ പൂർണ്ണ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ തീവ്രമായ ഇഷ്ടത്തോടെ ഒത്തുചേരുന്ന നിമിഷങ്ങളെന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി സയൻസ് വെച്ച് അതിനകത്ത് മെൻ്റൽ സയൻസും എല്ലാം വരും. ഫിസിയോളജി എന്ന് പറയുന്നത് എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന മൊമെൻറ്റ്സാണ്. അഭിപ്രായ വ്യത്യാസങ്ങളോ എതിരഭിപ്രായങ്ങളോ ഒന്നും അധികമായിട്ടില്ലാത്ത ദിവസങ്ങളായിരിക്കും കൂടുതലും. അങ്ങനെ തന്നെ ജീവിതാവസാനം വരെയും ഒരുമിച്ച് തുടരാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ബ്ലെസ്ഡ് ബീയിങ്സ് എന്ന് പറയുന്നത് അവരൊക്കെ തന്നെയാണ്. അപ്പം കൂട്ടത്തിൽ ഇവിടെ പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്ലാനിങ്ങേ ഇല്ല എന്ന് ഷാൽബിനും പറഞ്ഞു. കെന്നയും അത് തന്നെ ആവർത്തിച്ചത്. എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്ലാനിങ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ ഒരുപക്ഷെ ലോകം ആവശ്യപ്പെടുന്ന, ലോകത്തിന് അനിവാര്യതയായ, ലോകത്തിന് വളരെ അത്യാവശ്യമായ ഒരു പുതു തലമുറ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കൈകളിലാണ് ഇരിക്കുന്നത്. അവരങ്ങനെ ഈ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാരതത്തിലൂടെ, കേരളത്തിലൂടെ സംഭാവന നൽകിയോ, നിങ്ങളുടെ മുൻഗാമികൾ അങ്ങനെ സംഭാവന നൽകിയോ, അത് കൃത്യമായ സമയത്ത് നല്ല ഫിസിയോളജിയുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ കെന്നയും ഷാൽബിനെ പാപ്പനെന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ സിനിമാക്കാരും പാപ്പനെന്നാണ് വിളിക്കുന്നത്. പാപ്പൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും, കെന്നയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാവും. എന്നാൽ പാപ്പ എന്ന കോറസിൽ വിളിക്കുന്ന ഒരു പുതിയ തലമുറയെ ഒട്ടും വൈകാതെ ഈ ഭൂമിക്ക് സമ്മാനിക്കാൻ രണ്ടുപേർക്കും സാധിക്കണേ. ലെറ്റ് ദം ബി ബ്ലെസ്ഡ് വിത്ത് വണ്ടർഫുൾ ചിൽഡ്രൻ. ഐ എം നോട്ട് അറ്റ് ഓൾ കോട്ടിങ് ദ നമ്പർ, എനി നമ്പർ. പക്ഷേ അത് അവരെ പൂർണ്ണമായിട്ടും ഈ രാജ്യത്തിനും അതുവഴി ലോകത്തിനും സംഭാവനകൾ മാത്രം നൽകുന്ന നല്ല ഉത്തമ പൗരന്മാർക്ക് ജന്മം നൽകാൻ രണ്ടുപേർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഐ വിഷ് them all good and only good. Thank you. Thank you so much, Suresh. And it's always such a joy hearing you speak. Papa? Kenna? സുരേഷോട് പറഞ്ഞ മനസ്സിലായല്ലോ. ഡോണ്ട് ഡു എന്നൊക്കെ കാണിക്കുന്നുണ്ടോ അവിടെ കെന്ന കയ്യിൽ? കുഴപ്പമില്ല, വാട്ട് എവർ, ഡു യുവർ തിങ്. സുരേഷോട് ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മളിവിടെ കേക്ക് കട്ടിംഗ് സെറിമണിയിലേക്ക് കിടക്കുമ്പോൾ ചേട്ടൻ നമ്മുടെ കൂടെ സ്റ്റേജിൽ ഉണ്ടാവുമെങ്കിൽ ദാറ്റ് ബി വെരി ബ്ലെസ്ഡ്. ഇസ് ദാറ്റ് ഓക്കെ? പെർഫെക്റ്റ്. അപ്പോൾ രണ്ട് കുടുംബാംഗങ്ങളെയും ഞാൻ അടുത്തേക്ക് വിളിക്കുന്നു. ഷാൽബിൻ ആൻഡ് കെന, കെൻ യു പ്ലീസ് കം ഫോർവേഡ്? നമ്മൾ കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. ഏതൊരു blessed ആയിട്ടുള്ള ഒക്കേഷനും we want to spread joy, happiness, hope as well as sweetness. മധുരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരും. നിങ്ങൾ ഒരു സൈഡിൽ ഷാൽബിൻ്റെ പേരൻസ്, ഒരു സൈഡിൽ കെനയുടെ പേരൻസ്. സുരേഷ് ഏട്ടൻ എന്തായാലും ഭയങ്കര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എവിടെ നിന്നാലും കാണും, കുഴപ്പമില്ല. Come this side. Ladies and gentlemen, can we have a loud round of applause for the wonderfully newly married couple, Shalbin and
കെന, നമ്മളുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷാജി പാപ്പൻ. What a blessed, proud moment. നമ്മുടെ ഷാജി പാപ്പനും മിസ്സിസ് ഷാജി പാപ്പനും നമ്മളുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്നും അവരുടെ വിവാഹ ജീവിതത്തിന്റെ ബ്ലെസ്സിംഗ് ആയിട്ട് ആ മധുരം ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഷാംപെയിൻ ബോട്ടിലൊക്കെ കൊണ്ടുവരുന്നു. ഒരു ഷാംപെയിൻ ബോട്ടിൽ ഉണ്ടോ ഇവിടെ? സുരേഷേട്ടാ, ഷാംപെയിൻ ബോട്ടിൽ, ഒരു ഷാംപെയിൻ ബോട്ടിൽ ഉണ്ട്. അത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. What a blessed moment. ഷാൽബിൻ ആൻഡ് കെന ഒരുമിക്കുന്ന ഈ ഒരു വേദിയിൽ സുരേഷേട്ടാ, നമുക്കൊരു ഷാംപെയിൻ്റെ ബോട്ടിൽ ഉണ്ട്. അത് സുരേഷ് ഏട്ടൻ തന്നെ ഒന്ന് പോപ്പ് ചെയ്തിരുന്നെങ്കിൽ what a wonderful, yay! I don't think it's champagne. I think it's red wine. It's a sort of wine. There we go, ladies and gentlemen. There we go, ladies and gentlemen. Mr. and Mrs. Shaji Papan in the house. നമ്മുടെ ഷാജി പാപ്പന്റെ കല്യാണം. White Homes for presents Milestone Makers ഷാജി പാപ്പന്റെ കല്യാണം. Thank you so much. We are wishing you the very best. പക്ഷേ സുരേഷ് ഏട്ടൻ പോകുന്ന ഈ ഒരു വേളയിൽ നമ്മളുടെ മറ്റൊരു വളരെ സ്പെഷ്യൽ സുന്ദരി ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ആ ഗസ്റ്റിനെ കൂടെ ഒന്ന് വിളിച്ചാലോ? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഈ ഒരു സ്പെഷ്യൽ മൊമെന്റിൽ ഷാൽബിൻ ആൻഡ് കെനയുടെ ഈ ഒരു വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിൽ we have an absolutely spectacular powerhouse of a woman, somebody I personally love very much. കുറേ വർഷങ്ങളായി we have seen her in Indian cinema. ഒരു മോഡലായി എത്തി. Miss India 1994 was a runner up right after Sushmita Aishwarya. It was this name. അതിനുശേഷം ഹിന്ദി സിനിമകളിൽ ആമിർ ഖാന്റെ കൂടെയും സൽമാൻ ഖാന്റെ കൂടെയും അതുപോലെ വളരെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ആഡുകളിലും ഒക്കെ നമ്മൾ ഈ നടിയെ കണ്ടു. അതിനുശേഷം നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് നാൾ മുമ്പ് തിരിച്ചു വന്നു. അവിടെയും തിരിച്ചു വന്നപ്പോൾ വിസ്മയങ്ങൾ സൃഷ്ടിച്ചു. തുടക്കം മലയാളത്തിൽ മമ്മൂക്കയുടെ കൂടെയായിരുന്നു. ഇപ്പോഴും എവിടെയും പോയിട്ടില്ല. ഇവിടെ തന്നെ നിറസാന്നിധ്യമായി ടെലിവിഷനിലുണ്ട്, ടി വിയിൽ ആസ് എൻ ആങ്കർ ഉണ്ട്, കണ്ടസ്റ്റന്റ് ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, പെർഫോമർ ഉണ്ട്, അമ്മയിലുണ്ട്, അച്ഛനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ ദി ലവ്ലി ശ്വേത മേനൻ. ഇതിനെക്കാട് വലിയ ഇൻട്രോ എനിക്ക് തരാൻ പറ്റില്ല. Looking lovely as always, my love. Ladies and gentlemen, Shweta Menon in the house at Shaji Papan's Kalyanam. Of course, with our superstar Suresh Gopi. What a wonderful start to their married life. Shalbin and Kena. Take some pictures. Suresh ഏട്ടൻ കൂടെ നിൽക്കും. ശ്വേതനെ ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചോളാം. Okay, can we have a loud round of applause for Namale, Suresh Gopi, Shweta Menon, and of course they are here because of Shaji Papan. Thank you so much. Suresh ഏട്ടൻ ധൃതി ഉണ്ടോ? പോവാൻ ധൃതി ഉണ്ടോ? ഉണ്ട്. Okay, ശ്വേത പോണ്ട. Thank you.
Thank you so much, Sureshata, for accepting our request. വീണ്ടും കാണാം. Ladies and gentlemen, Suresh Gopi in the house. Can we please welcome the beautiful, gorgeous Shweta Menon back on stage once again? അപ്പോ സണ്ണി, where is Sunny? He looks the same. അന്നും ഇതേ സൈസ് ആയിരുന്നു, ഗ്യാരണ്ടി പീസാണ് മൂപ്പര്. Good looking daddy also, അല്ലേ? ഗുഡ് ലുക്കിംഗ് ഡാഡി, ഐ നോ. അപ്പോൾ സണ്ണി ആദ്യമായിട്ട് നമ്മളെ ഷോയിൽ വന്നപ്പോൾ കുറച്ചേ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഇത്ര ചിരിച്ച് എല്ലാവരോടും ഓടി എല്ലാരെയും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കായിരിക്കും ഇതിന്റെ കൂടെ അല്ലേ? എന്ത് പറ്റി സണ്ണി? എങ്ങനെയാണ്, എന്താ ഉദ്ദേശം? ആ അല്ല, ഞാൻ അന്ന് ഫ്രണ്ട്ലി തന്നെയായിരുന്നു. പക്ഷേ ഷോയിൽ വന്നപ്പോൾ പറഞ്ഞ് ഒരു ഡെക്കറും അതെ അതെ, എനിക്ക് അത് ഭയങ്കര ഒരു ഷോക്കായി. കാരണം ഇങ്ങനെ ഒതുങ്ങി നിന്നതേ ഉള്ളൂ. എല്ലാവരും ഫ്രണ്ട്ലിയാണ്, എല്ലാവരും ഇഷ്ടമാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും, അന്നും എന്നും. ഓക്കെ, താങ്ക് യു, സോ സ്വീറ്റ്. കണ്ടില്ലേ ഒരു ചെറിയൊരു ഇത് മൂപ്പര്. then he starts feeling shy. സെയിം ഷാൽബിനും ആണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഗേൾസ് മാരി കല്യാണം കഴിക്കുമ്പോ അവരവരുടെ അച്ഛന്റെ സിമിലാരിറ്റി ഉള്ള ആൾക്കാരെയാണ് കല്യാണം കഴിക്കുന്നത്. ശരിയാണോ? അത് ഞാൻ ഇപ്പോഴാട്ടോ. ഇല്ല, പപ്പേനേക്കാളും ഷൈ പാപ്പനാണ്. ആ, പപ്പ പിന്നെയും സംസാരിക്കും. ഇവൻ പപ്പയാവുമ്പോ അതുപോലെ ആയിക്കോളും. ഷൈയൊക്കെ നമ്മളെ പിന്നെ നമ്മളുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട്. കം ഓൺ ഗൈസ്, വെറുതെ അല്ല ഭാര്യ ഫാമിലി, ഒന്ന് ഒച്ച എടുക്കൂ. ഐ തിങ്ക് എല്ലാരും ഒന്ന് സ്റ്റേജിൽ വന്നു. ഓഹോ, ഹൈജാക്ക് ചെയ്തല്ലോ. ഷാജി പാപ്പന്റെ കല്യാണം വെറുതെ അല്ല ഭാര്യ ആയിക്ക്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോ, ഞാൻ മാറാം. ഞാൻ ഈ ഭാര്യ ഭർത്താവ് സീനിലൊന്നും ഇൻവോൾവ് ആവാറില്ല. വെറുതെ അല്ല ഭാര്യ എന്ന ഷോയില് എത്തി ഷാജി പാപ്പന്റെ കല്യാണം ശ്വേത ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. കെന്ന ഒരു കുട്ടിയായാൽ എന്താ? ഓ വെറുതെ അല്ല ഭാര്യയിലെ ആ കണ്ടസ്റ്റൻസിന്റെ കുട്ടികളുടെ ഫസ്റ്റ് കല്യാണം, കറക്റ്റ് അല്ലേ? ബാക്കി ആർക്കും കുട്ടികളും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് എ റീസൺ ടു സെലിബ്രേറ്റ്. എന്തോരം ഭാര്യമാർ, എന്തോരം ഭർത്താക്കന്മാർ, അപ്പൻ അമ്മ, ഓൾ ഓഫ് യുവർ ബ്ലെസ്സിങ്സ് ആർ വിത്ത് യു. കെന്ന ഇതാരുടെ അപ്പോ? നോൺ മെമ്പർ കുഴപ്പമില്ല, പിടിച്ചു പോയി പെട്ടെന്ന്. താങ്ക് യു സോ മച്ച്. ഇത്രയും ശ്വേത വെറുതെ അല്ല ഭാര്യ എല്ലാ ആൾക്കാരും വിളിച്ചത് കൊണ്ട് ഞാൻ ശ്വേതയ്ക്ക് ഒരു പണി കൊടുക്കാതെ എനിക്ക് ഉറക്കം വരില്ല. യു സ്റ്റേ റൈറ്റ് ഹിയർ. വി ഹാവ് എ ഫൺ സെഗ്മെന്റ് ഹാപ്പനിങ്. ഓക്കെ, നിങ്ങൾ സ്റ്റേജിൽ തന്നെ നിന്നോ, ഒന്ന് സൈഡ്, ആ സൈഡിലും ഈ സൈഡിലും, ബിക്കോസ് നിങ്ങൾ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ ഇവർക്ക്. ഒരു ഫൺ സെഗ്മെന്റ് ആണ് ഇപ്പോ. ഓക്കെ, വെറുതെ അല്ല ഭാര്യ എന്ന ഷോയിലെ കണ്ടസ്റ്റൻസും ഇപ്പൊ ഇവർ കൂട്ടുകാരും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് നൽകാൻ വേണ്ടി ഇവിടെ എത്തി. ശ്വേത, സോ ഐ ഹാവ് ദിസ് തിങ്. ആ ഒരു ഗെയിം ഷോയില്, ആ ഒരു റിയാലിറ്റി ഷോയില് യു ഡിഡ് എ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? കുറെ റൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം യു ആർ എൻ എക്സ്പെർട്ട്. കല്യാണം എങ്ങനെ മനോഹരമായി ജീവിക്കണം എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു ഭാര്യയാണ്, അമ്മയാണ്, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല, അതെല്ലാമാണ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ഹാൻഡ് ഓവർ മൈ ജോലി ടു യു. എൻ്റെ ജോലി ഞാൻ അങ്ങോട്ട് ഒന്ന് ഏൽപ്പിക്കട്ടെ. ഒരു സെഗ്മെന്റ് ആണ്, ഇറ്റ്സ് എ ഫൺ സെഗ്മെന്റ്. ഇതിനു വേണ്ടി സ്റ്റേജിൽ എന്തൊക്കെയോ സെറ്റ് ചെയ്യണം എന്ന് ആരോ പറഞ്ഞു, ആ സ്റ്റേജ് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, ദിസ് ഈസ് എ കപ്പിൾ ക്വസ്റ്റ്യൻ റൗണ്ട്. ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണോ ഷാൽബിൻ ആൻഡ് എഴുതണോ? യാ, യു നോ ദ ഗെയിം. ഇവരെ എഴുതും. നമുക്കൊന്ന് എല്ലാ സാധനവും വരുന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട്. സ്റ്റേജ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ബുക്കും പേപ്പറും ഒന്നും ഞങ്ങൾക്ക് പറ്റൂല. വി വാണ്ട് എവറിത്തിങ് ലാർജ് സ്കെയിൽ, ലാർജർ ദാൻ ലൈഫ്. നമ്മൾ നമ്മുടെ സൈസ് വെച്ചിട്ടല്ലേ എല്ലാം നോക്കാറുള്ളൂ. നമ്മുടെ സൈസ് ഇപ്പൊ ഇങ്ങനെ ഗ്രോ ചെയ്തോണ്ടിരിക്കുക. അയ്യോ, ഇത് സൈഡ് മാറിപ്പോയി. അപ്പൊ ഇതിന്റെ നടുക്കൊരു മറ വേണ്ടേ? ഡിവൈഡ് ഒന്നുമില്ല. ഓക്കെ, ഷുവർ ആണോ? കോപ്പി അടിക്കില്ല. ഓക്കെ, അപ്പൊ ശ്വേത യു കം ഇൻ ദ മിഡിൽ. ഷാൽബിൻ ഇങ്ങോട്ട് വരൂ, കെന്ന അങ്ങോട്ട് വരൂ. കെന്നയുടെ പേര് എഴുതൂ, ഷാൽബിന്റെ പേര് എഴുതൂ. ഷാജി പാപ്പൻ, മിസ്സിസ് പാപ്പൻ. എനിക്കറിയില്ല. കെന്ന ബ്രാക്കറ്റിൽ മിസ്സിസ് പാപ്പൻ. റെഡിയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കരുത്. ഷാജി കറക്റ്റ് അങ്ങോട്ട്. ആ, ഓക്കെ, ഒരു മിനിറ്റ് ഡിവൈഡ് ഉണ്ട്. ശ്വേത ആകെ ആവോ? ആണ്. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഞങ്ങള് സമയം കുറച്ച് ലേറ്റ് ആയിട്ട് വരും. എന്റെ മുമ്പിലാ വന്ന് വെക്കണ്. കാണുന്നുണ്ടോ കെന്നേനെ? ഓക്കെ, ഇത് കറക്റ്റ് നടുക്കാണോ? എനിക്ക് സിമെട്രി ഒക്കെ ഭയങ്കര പ്രോബ്ലമാ. യു കം ഫോർവേഡ്. ഓക്കെ, റെഡി? ശ്വേത മേനൻ
വെറുതെ അല്ല ഭാര്യ എന്ന സീസണിലെ കുട്ടിയായ കെന്നയുടെ കല്യാണത്തിന്റെ ദിവസമായതുകൊണ്ടും ഷാജി പാപ്പൻ ആ കുട്ടിയെ കെട്ടിയത് കൊണ്ടും അവർ മേഡ് ഫോർ ഈച്ച് അതർ ആണോ എന്ന ആ ചോദ്യം ഇന്ന് നമുക്ക് അതിന് ഉത്തരം ശ്വേത കണ്ടെത്തി തരണം. ഈസി ചോദ്യങ്ങളാണ്. എല്ലാരും ഐ എം ഷുവർ എല്ലാവർക്കും അറിയാം. സ്പെഷ്യലി സണ്ണിക്ക് എന്തായാലും എല്ലാത്തിന്റെ ഉത്തരങ്ങൾ അറിയുണ്ടാവും. അപ്പോ ഷാജി പാപ്പന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം, ഷാജി പാപ്പന്റെ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം. ഓക്കെ, ഫോണോ ഫ്രണ്ട് ചോദിക്കുന്നു കെന്ന. കല്യാണം കഴിച്ച ഒരു വർഷം കഴിയുമ്പോ ആ ആൻസർ കെന്ന. കറക്റ്റ് അല്ലേ? എല്ലാ ഹസ്ബൻഡ്സും കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോ എല്ലാം ഇത് മറിച്ചറിയോ? വെയിറ്റ് കെന്ന എഴുതുകയാണ്. ഇത്രയും വലിയ ബോർഡിൽ കെന്ന എന്ത് വലുതായിട്ട് എഴുതുന്നത്? അല്ല, വലിയ ലിസ്റ്റാ, കണ്ണുപോലും കാണുന്നില്ല. അല്ല, അത് ഞാൻ പറയാം. ഓക്കെ, റെഡി, ഫിനിഷ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. കെന്നയിലെ ആൻസർ ഇപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ മറന്നു പോകും. എനിക്കറിയില്ല, എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതെന്നല്ലേ വായിക്കാൻ പോണേ? ആണോ? ആ, അപ്പോ കെന്നയുടെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? സെലിബ്രിറ്റി ക്രഷ്, ഫേവറേറ്റ് അല്ല, സെലിബ്രിറ്റി ക്രഷ് എന്താണ് എന്ന് പറയാൻ പറഞ്ഞു. ആരാണ്? ആ, എന്തുമാവാം. അതെ, മെയ് 4 കല്യാണം കഴിച്ചിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ആദ്യം? അല്ല, ഇതൊക്കെയല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊക്കെയാണോ ക്രൈറ്റീരിയ കല്യാണം കഴിക്കാൻ? എത്ര കെട്ടിയാനാ ഞാൻ? ഇഷ്ടമുള്ള എഴുതിക്കോളൂ. ഓക്കെ, ഫേവറേറ്റ് എങ്കിലും എഴുതിക്കോളൂ. ഇങ്ങനെ ജീവിതത്തിൽ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഫുൾ ഹെൽപ്പ്. അല്ല, അതും ഇരിക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. ഷാജി പാപ്പന്റെ ഫേവറേറ്റ് ഫുഡ്, ഭക്ഷണം, മഴ സമയത്ത് എന്താണ്? ഈ സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഷാജി പാപ്പാന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഫുഡ് എന്താണ്? ഇപ്പൊ ഈ ഒരു എന്താ പറയാ, തണുപ്പ്, പൊതപ്പ്. ഭക്ഷണത്തിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്? അല്ല, ഭക്ഷണം, അല്ല, ഇതൊക്കെ വേണം. വേണം. സ്ത്രീധനം അത് എന്റെ കയ്യിലുണ്ട് പറയുന്നു തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. സ്ത്രീധനം ഇങ്ങോട്ടല്ലേ വരട്ടെ? ഭയങ്കര കോൺട്രവേഴ്ഷ്യലാണ്, ഞാൻ മിണ്ടായിരിക്കട്ടെ. ഓക്കെ, റെഡി. കെന്നേന്റെ ഒരു വിഷ് പ്രകാരം ഷാജി പാപ്പാന് ഏത് കാറാണ് ഓൺ ചെയ്യേണ്ടത്? ഏത് കാറാണ് ഷാജി വാങ്ങിക്കേണ്ടത്? പാപ്പൻ കെന്നയുടെ ആഗ്രഹം എന്താണ്? കെന്നേന്റെ ആഗ്രഹപ്രകാരം. കെന്നയുടെ ആഗ്രഹം പാപ്പൻ കാശ് സ്പെൻഡ് ചെയ്യരുതെന്നാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒരു കാറൊന്നും അല്ല, ഒരു 5 എണ്ണം. ഇത് ഗരാജ് തുടങ്ങാനാണ്. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം. ഏറ്റവും ആംഗ്രി ആയ ഒരു ഷാജി പാപ്പാന്റെ ഒരു സ്വഭാവം എങ്ങനെയാ? വേഗം ദേഷ്യം വരുന്നത്? എന്തിനാണ് ദേഷ്യം വരുന്നത്? ഏറ്റവും വേഗം. ഇപ്പൊ ദേഷ്യം വരാനൊന്നും ആയിട്ടില്ല. അയ്യോ, ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഈ ദേഷ്യം വരാൻ വിവാഹ ജീവിതത്തിൽ എത്ര നാൾ വെയിറ്റ് ചെയ്യണം? 2 ദിവസം മതിയാവും. എഴുതിയാ? ഓക്കെ, ഇനി ഉണ്ടല്ലോ ലാസ്റ്റ് ചോദ്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണേ, കേൾക്കണേ. കെന്നാസ് ബിഗസ്റ്റ് ക്രഷ് ഷീ ഇൻഫോംഡ് ടു ഷെൽവിൻ. ഓ, മറ്റേ ആൻസർ ആണോ ഇനി? പണിവാളി. ഓക്കെ, ഷാജി കെന്ന എന്റെ ഏറ്റവും വലിയ ക്രഷ് ഏതാണ് എന്നാണ് 36 പറഞ്ഞു തന്നത് നിങ്ങളോട്. സെലിബ്രിറ്റി ആവേണ്ട ആവശ്യമല്ലേ തവണ? ഇത് ഫുൾ കോമയാ. ഇവിടെ ഫുൾ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഈ വെറുതെ അല്ല ഭാര്യയുടെ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് ഷാൽബിന്റെ സൈഡിലാണ്, നിങ്ങള് കെന്നയുടെ സൈഡിലാണ്. ഓക്കെ, നമുക്ക് ഈ ഡിവൈഡ് ഒന്ന് മാറ്റി നോക്കാം. ആർ യു റെഡി ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഷാജി പാപ്പൻ ആൻഡ് മിസ്സസ് ഷാജി പാപ്പൻ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ? ശ്വേത പറയൂ, ആർ ദേ മെയ്ഡ് ഫോർ ഈച്ച് അതർ? അതോ ഞാൻ വീട്ടിൽ പോണോ?
ഈ പരിപാടി നോക്കൂ. ഇല്ല, ശ്വേത വിൽ ലീഡ് ഇറ്റ്. പെണ്ണ്. ഓക്കെ, നോക്കാം. ബിഗസ്റ്റ് ഫിയർ ഫാക്ടർ ഓഫ് ഷാജി പാപ്പാൻ. ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ ഷമ്മി ക്യാരക്ടർ. ഷമ്മിയോ? ഇടയ്ക്ക് ചിന്തിച്ചോണ്ടിരിക്കും ചുമ്മാ. അപ്പൊ നമ്മളിങ്ങനെ തട്ടി വിളിക്കണം, ഹലോ ഹലോ. അതെന്തായിരുന്നു എന്റെ ഉദ്ദേശം? കറക്റ്റ്. നത്തിങ്. മൂപ്പർക്ക് ഒന്നിനും പേടിയില്ല. ഓക്കെ, അല്ല ആളുടെ പേടിയാണോ? അയ്യോ, ഷാജി പാപ്പൻ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം. ഓ എനിക്ക് പാപ്പനില് പേടിയുള്ളതാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ സോറി സോറി. അറിയാലോ ഈ സമയത്ത് ഞാൻ എന്ത് മാർക്സാ കൊടുക്കാൻ പോണത്. എലിമിനേഷനിൽ വന്നു. സോറി, എന്നാ ഒന്നിനും പേടിയില്ല. ഓ അത് കറക്റ്റ് ആയിരുന്നു, എന്റെ മിസ്റ്റേക്ക്. കറക്ഷൻ ചെയ്യരുത്. ഓക്കേ, ഓക്കേ. എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തേത്, കെന്നാന്റെ സെലിബ്രിറ്റി ക്രഷ് ആരാണ്? എന്താ പറയൂ? ഞാൻ ഷാഹിദ് കപൂർ ആണ്. ഞാൻ പിന്നെ ഫേവറേറ്റ് എഴുതാൻ പറഞ്ഞു, ലാലേട്ടൻ. ഇവിടെ വിജയ്. ഓ എന്തൊരു പൊരുത്തം. ഫേവറേറ്റ് പറഞ്ഞപ്പോ മനസ്സിലായില്ല. ഫേവറേറ്റ്. ഓക്കെ, മൂന്നാമത്തെ, ഷാജി പാപ്പാന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഈ കാലാവസ്ഥയില്. ഫുഡ് എന്റെ അന്ന് തെറ്റിദ്ധരിച്ചല്ലേ? പൊറോട്ട ചില്ലി ചിക്കൻ. പൊറോട്ടയും ചില്ലി ചിക്കനും. നെയ്ച്ചോറും ചിക്കൻ കറി. നെയ്ച്ചോറും ചിക്കൻ കറി. അല്ല, പാപ്പൻ എന്റെ ആന്ന് തെറ്റിദ്ധരിച്ചോ? ഇല്ല, പാപ്പന്റെ അല്ല അല്ല. ഓ എന്തോ ഒരു പൊരുത്തം. 2024 മെയ് 4 കല്യാണം കഴിച്ച ആൾക്കാരെ പൊരുത്തം കണ്ടു. സത്യമായിട്ട് ഇതെന്റെ ഫേവറേറ്റ് ഡിഷാ, പൊറോട്ടയും ചില്ലി ചിക്കനും. പാപ്പന്റെ ആന്ന് എനിക്ക് അറിയത്തേ ഇല്ല. നാലാമത്തെ, ആസ് പെർ കെന്നാസ് വിഷ് വിച്ച് കാർ ഷുഡ്. ഏതാണ്? മിനി കൂപ്പർ. അങ്ങനെങ്കിലും ഓക്കെ, മിനി കൂപ്പർ കറക്റ്റ്. പാവം. ഈ കാശിന്റെ കാര്യം വരുമ്പോ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണെങ്കിൽ അത് രണ്ടുപേരും കൊള്ളാം. ഓക്കെ, അടുത്ത, ഷാജി പാപ്പാന്റെ മോസ്റ്റ് ആംഗ്രിയസ്റ്റ് തിങ് എന്താണ്? നോണ പറയുമ്പോ. ഓവർലാപ്പിംഗ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ആള് പറയുമ്പോ നമ്മള് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യം വരും പെട്ടെന്ന്. ഇത് നോണ പറഞ്ഞു. ഇതുകൊണ്ട് അതുകൊണ്ട് ഏതാ കൂടുതല്? നോണ. ഇതായിരിക്കും. നോണ. കുഴപ്പമില്ല. ശരി, ഓക്കെ. ലാസ്റ്റ് ചോദ്യം, കെന്നന്റെ ബിഗസ്റ്റ് ക്രഷ്. വിജയ് ലാലേട്ടൻ. 3 പേരുടെ ഇഷ്ടമുള്ള. വിജയ് ലാലേട്ടൻ, ഷാഹിദ് കപൂർ, അല്ലു അർജുൻ, വിജയ്. ഓ വിജയെങ്കിലും വന്നു. 2 ഉത്തരം കറക്റ്റ് ആയിട്ടുണ്ട്. ശ്വേത, ഈ വെറുതെ അല്ല ഭാര്യ, ഇവിടെ കുറെ പേരുണ്ടല്ലോ. സോ ഐ വോണ്ട് ടു ആസ്ക്, കപ്പിൾസ് ആയിട്ട് നിൽക്കുന്ന കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് പോരുത്. നിങ്ങൾ തന്നെയല്ലേ, എങ്ങനെയുണ്ട് നിങ്ങൾ മേഡ് ഫോർ ഈച്ച് അതർ? എത്ര വർഷമായി? 25 വർഷം. ഇവര് തുടങ്ങിയിട്ടേ ഉള്ളൂ, 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇത് നമുക്ക് കുളവാക്കാൻ പറ്റുമോ ഇന്ന്? ഈ പോക്ക് പോയാ എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്? കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലേ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. നന്നായിട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ വരും, അത് തിരുത്താൻ നോക്കുക, പിന്നെ ശരിയായിക്കോളും. What about you guys? നമസ്കാരം. ഇന്നത്തെ പെർഫോമൻസിൽ ഇവരെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമ്മളൊക്കെ മുന്നിലിരിക്കണ നല്ല ഭാഗം മാത്രം അവർ തുറന്നു കാട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വെറുതെ അല്ല ഭാര്യ കുടുംബത്തിലെ മൂത്ത മകളുടെ കല്യാണമാണെന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഇവൾ ഞങ്ങൾ വെറുതെ അല്ല ഭാര്യയിൽ മത്സരിക്കുമ്പോൾ 10-12 വയസ്സുണ്ടാവും അല്ലേ. 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് തന്നെ ഇവളുടെ ടാലൻറ്റും ഇവളുടെ ഉത്സാഹമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇവളെ മേയിക്കാൻ ഒരു പാപ്പാൻ തന്നെ വേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ അവളൊരു പാപ്പാനെ കണ്ടെത്തി. നീ നന്നായി മേയ്ക്കുക, ഇടയാതെ നോക്കുക, എല്ലാ പൂരത്തിനും കൊണ്ടുപോയി തിടമ്പേറ്റിക്കുക, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അത് പറഞ്ഞപ്പോ സാധനം ഉണ്ട്.
അത് പറഞ്ഞു കൊടുത്തേര്. ഇത് കഴിയുമ്പോൾ പറഞ്ഞു തരുമല്ലോ. എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കരുത് കേട്ടോ. അല്ലേ തന്നെ ഭാര്യമാരെ കുറ്റം പറയുന്നു പറഞ്ഞ എന്നെ അതിൽ നിന്ന് ഓടിച്ചതാണ് ഇവരൊക്കെ കൂടി. അപ്പം എല്ലാ തമാശ പറഞ്ഞാ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈ ഇവരുടെ ജീവിതത്തിൽ. ഇവിടെ സുരേഷ് ഏട്ടൻ ആശംസിച്ച പോലെ രാജ്യത്തിനും കലാരംഗത്തുമൊക്കെ നന്മകൾ വർഷിക്കാൻ കഴിയുന്ന കുസുമങ്ങൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ബൈക്കേഴ്സിന് എന്താ പറയാനുള്ളത്? ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ജീവിതവും. ആദ്യത്തെ ഇങ്ങനത്തെ പൊരുത്തം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തെറ്റായിരുന്നു. പക്ഷേ ലൈഫിലിപ്പോൾ 20 വർഷം ഞങ്ങൾ കടന്നു. എല്ലാ കുട്ടികളും വലുതായി, എല്ലാവരും വലിയ കുട്ടികളായിട്ടുണ്ട്. ഇനി ഞങ്ങളും ഇതുപോലെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണവും അടുത്ത് തന്നെ നടക്കും. ഇപ്പോഴല്ല. അപ്പൊ അതൊരു അനൗൺസ്മെന്റ് ആയിട്ട് ഇരിക്കട്ടെ. കെന്നക്കും ഷാൽബിനും മംഗളാശംസകൾ നേരുന്നു. അതന്നെ എനിക്ക് പറയാനുള്ളത്. തെറ്റുകളും ശരികളും അതെത്ര വർഷമായാലും ഉണ്ടാകും. അതൊന്നും തീരാൻ പോണില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാം പരസ്പരം ക്ഷമിച്ച് സഹിച്ച്. രഞ്ജിനിയുടെ നോട്ടം നോക്കി. ഇതാ ഞാൻ കേട്ടാത്തത്. അങ്ങനെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് 100 വർഷം ജീവിക്കട്ടെ. ബോബ് യെസ്. എവിടെ ഞാൻ കണ്ടില്ല, ഞങ്ങൾ അപ്പോഴേക്ക് പോയി. ചേച്ചി, ഇവരിപ്പം ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും തെറ്റേ വരുത്തുള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. മൊത്തം തെറ്റായിരിക്കും, അത് ഉറപ്പാണ്. ഇവർക്ക് ഈ സനീമ പറഞ്ഞ പോലെ പാപ്പാനായി മേയ്ക്കൊന്നും വേണ്ട, തുല്യതയോടെ ഈക്വലായി 2 മനസ്സുകളായി ഒരേ മനസ്സ്, 2 ശരീരം ഒരേ മനസ്സുമായി ഒരേ ചിന്താഗതിയിൽ അല്ലെങ്കിലും ഡിഫറൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് നല്ല കപ്പിൾസായി ഒരു സൂപ്പർ സെലിബ്രിറ്റി കപ്പിൾസായി മാറട്ടെ. എല്ലാവിധ ആശംസകളും കെന്നയ്ക്കും പുതിയ പ്ലയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റിന്റെ എപ്പോഴും അഭിപ്രായം. കെന്നെ പറ്റി സണ്ണി പറഞ്ഞതുപോലെ ഇവരുടെ മറ്റേ ഫാമിലി റൗണ്ടിലൊക്കെ ഡാൻസ് കളിക്കാനും കെന്നയും ബ്രദറും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതെ, ആ ഡാൻസ് റൗണ്ടിലൊക്കെ. അതെ. പിന്നെ നമ്മളുടെ ഷോയിലെ ഏറ്റവും നല്ല ഒരു എന്താ പറയാ, ഏറ്റവും നല്ല ഡാൻസർ ബോബി ആയിരുന്നു. അപ്പൊ ബോബി ഒരു അതെ അതെ അല്ല അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഉടനെ എന്റെ ഡാൻസ് ആണ്. ഒരു സോങ് ഇടൂ പ്ലീസ്. ഇത് കഴിഞ്ഞ ഉടനെ എന്റെ ഡാൻസ് ആണ്. ഒരു ഡാൻസ് കാണാം. പക്ഷെ ഇത് കളിയാക്കിയാലും മനസ്സിലാവും. അല്ല എനിക്ക് മറ്റേ ഇത് വേണം. അല്ലല്ല, ഡാൻസ് കളിക്കണമെങ്കിൽ എനിക്ക് മറ്റേ സൈക്കിൾ ഇതൊക്കെ വേണം. ധന്യക്ക് കൊടുക്കും മൈക്ക്. താങ്ക് യു സോ മച്ച്. ഇല്ല എക്സ്ക്ലൂസീവ് ഒന്നും ഇല്ല. ഞാൻ അത് സർപ്രൈസ് ആയിട്ട് പറയാം. ഡേറ്റ് എല്ലാം ഫിക്സ്. എന്താണെന്നറിയോ, മുടക്കാൻ വേണ്ടി കുറെ പേരുണ്ടെന്നേ, അതുകൊണ്ട് പിന്നെ പറയാൻ വയ്യ.